എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാൻ കുറേ ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അതായത് നമ്മളെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വ്ളോഗേഴ്സ് ഈ മുടീൻ്റെ കാര്യം പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതായത് ചില ആളുകളല്ല, ലേഡീസാണ് കൂടുതൽ. അവരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരെന്തൊക്കെയോ ഒരു ഓയിൽ ഉണ്ടാക്കി അവർ തേച്ചു, അവർ മുടി വളർന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു അവലോകനം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഈ മുടി എണ്ണ തേച്ചുകൊണ്ട് വരില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് ഒരു മുടി കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേറൊരു മുടി വേണം. അത് മുടീൻ്റെ ഫോമിലല്ല തലേൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. നിങ്ങളൊരു മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ ആ മുടി പുതിയത് വരണമെന്നുണ്ടെങ്കിൽ അതൊരു മുടിയായിട്ടല്ല തലേൻ്റെ ഉള്ളിൽ, അതൊരു കോശമായിട്ടാണ് കിടക്കുന്നത്. ആ കോശത്തിൻ്റെ പേര് ഹെയർ സെൽ. ഈ ഹെയർ സെൽ ഉണ്ടാകുന്നത് ഹെയറിൻ്റെ ഫോളിക്കിളിലുള്ള സ്റ്റെം സെൽസ് വഴിയാണ്. അതായത് സ്റ്റെം സെൽസാണ് ഹെയർ സെൽ ഉണ്ടാക്കുന്നത്, ഹെയർ സെല്ലാണ് ഹെയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ സ്റ്റെം സെൽസ് ഹെയർ സെൽ ഉണ്ടാക്കുന്നത് കുറയ്ക്കുന്നു, അപ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ കൂടും. കാരണം ഹെയർ സെൽ റീപ്ലേസ് ചെയ്യാല്ലാതെ ആവും. അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതല്ലാതെ ഈ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ജനറ്റിക്സ് ആയിട്ടുള്ള ഹെയർ ഫോളും അല്ലാത്ത ഹെയർ ഫോളും ആൻഡ്രോജനിക് ആണെങ്കിലും എല്ലാത്തിലും പ്രിൻസിപ്പിൾ ഇതാണ്. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരു എണ്ണ തേച്ചുകൊണ്ട് ഹൗ ഈസ് ഇറ്റ് ഗോണ എഫക്ട് ദ സ്റ്റെം സെൽസ്? അത് നിങ്ങൾ ആലോചിച്ചു. എണ്ണ തേക്കുമ്പോൾ സ്റ്റെം സെൽസിനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവർക്ക് ഒരു വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്, യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന കുറേ കാര്യങ്ങളാണത്. അതിൻ്റെ ഒരു ഇതുണ്ട്. റിസൾട്ട് എന്താ വെച്ചാൽ, മീൻസ് അതിൻ്റെ ഒരു ട്രിക്ക് എന്താ വെച്ചാൽ, അവർ പറയും അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായി. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ, ഈ അധികം ആളുകൾക്കും അതിനൊരു പോംവഴി ഉണ്ട് എന്ന് അറിയുമ്പോൾ ഒരു ഭയങ്കര ആശ്വാസമായിരിക്കും. അവർക്കത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നില്ലെങ്കിലും അവർക്ക് കഷണ്ടി മാറും അല്ലെങ്കിൽ മുടി വരും എന്നുള്ളൊരു പ്രതീക്ഷ കൊടുക്കുന്നത് ഈ ചാനലിലെ ആളുകൾ. എന്നിട്ട് അതിൽ അവരുണ്ടാക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് പല സാധനങ്ങളും കൂടി കുത്തിച്ചതച്ച് ഉണ്ടാക്കുന്നതായിരിക്കാം. അവർ ആക്ച്വലി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇപ്പോൾ സപ്പോസ് അവർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്നും കിട്ടാൻ പോലും പറ്റാത്ത അത്രയും എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. അങ്ങനെയും ബുദ്ധിമുട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആകുമ്പോൾ ആരും ഇത് ഉണ്ടാക്കാനോ പരീക്ഷിക്കാനോ നോക്കണില്ല. ഇപ്പോൾ ഉണ്ടാക്കാനോ പരീക്ഷിക്കാനോ നോക്കുകയാണെങ്കിൽ തന്നെ അതിന് ഏകദേശം ഒരു 3 മാസം ടൈമെങ്കിലും എടുക്കും. അതിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഈ വീഡിയോ ഇറക്കി, അടുത്ത വീഡിയോ ഇറക്കി, അതിൻ്റെ അടുത്ത വീഡിയോ ഇറക്കി ലാക്സ് ഓഫ് വ്യൂസ് ഉണ്ടാക്കാം, ലാക്സ് ഓഫ് ക്യാഷ് ഉണ്ടാക്കാം. ഒരു 2-3 വീഡിയോസ് അങ്ങോട്ട് ഹിറ്റായി കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് അൽഗോരിതം വെച്ചിട്ട് അവരെ എല്ലാം ഇങ്ങനെ എന്താ പറയുക പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ചെന്ന് വീഴരുത്. ഈ ഓയിൽ ഉണ്ടാക്കുന്ന സ്ത്രീകൾ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ആ ഓയിൽ ഉണ്ടാക്കുന്ന സ്ത്രീകൾ പറയുന്ന ഇൻഗ്രീഡിയൻസ് എന്താ പറയുന്നത്, നിങ്ങളെല്ലാം കൂടി കുത്തിച്ചേച്ച് ഉണ്ടാക്കി തലേ തേച്ചുള്ളതും കൂടി പോകുന്നത് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ മണ്ടത്തരങ്ങളിൽ വീഴരുത്. ഒരു എണ്ണയും ലോകത്ത് ഒരു ആൾക്കും മുടി വളർത്തിയിട്ടില്ല. ഇനിയിപ്പോൾ മുടി വന്നിട്ടുണ്ടെങ്കിൽ അത് മസാജ്, ഈ എണ്ണ തേച്ചിട്ടുള്ള മസാജിങ് പവർ കാരണം മാത്രമാണെന്ന് മനസ്സിലാക്കുക. സോ ഡോണ്ട് ബി എന്താ പറയുക, ബാക്കിയുള്ളവർ നമ്മളെ യൂസ് ചെയ്യുക. ഡോണ്ട് ബി എ ടൂൾ. നമ്മളൊരു ടൂളായി മാറരുത്. ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.